ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഗായികയാണ് പരിചയപ്പെടുന്നത്. ഇവർ എവിടെയുള്ള ആളാണെന്നോ ആരാണെന്നോ അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഞാൻ കണ്ടത്. വളരെ മനോഹരമായിട്ടാണ് ആ യുവതി പാടുന്നത്. ഏതായാലും നമുക്ക് പാട്ട് കേട്ടതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഒരു മുറി വന്ന് പാരായോ വാസലി നാടി വാരായോ ധരിസനം ഇன்று താരായോ തോഹൈൻ ഏകം തീരായോ മനോഹരമായിട്ടാണ് പാടുന്നത്. ഇതുപോലുള്ള കഴിവുള്ള കുറെ കലാകാരന്മാർ നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല. ഇവരൊക്കെ കുറച്ചൊരു പ്രോത്സാഹനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സ്റ്റേജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരറിയപ്പെടുന്ന ഒരു ഗായികയായിട്ട് മാറും. ആ ശബ്ദത്തിന്റെ മാധുര്യമാണ്, ആ പാട്ടിന്റെ മാധുര്യം. അത്രയ്ക്കും മനോഹരമായിട്ടാണ് പാടുന്നത്. ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ എവിടെയുള്ള ആളാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ ആ പാട്ട് കേട്ടപ്പോ വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നവരൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലുള്ള കലാകാരന്മാരൊക്കെ കണ്ടെത്തി അവർക്കൊക്കെ ഒരു അവസരങ്ങൾ കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾ കാരണം നാളെയുടെ വാഗ്ദാനമായി മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്കും എടുക്കാം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ട് കാണുന്നു. വളരെ കഴിവുള്ള കലാകാരന്മാരാണ് ഇവരെ പോലുള്ളവരൊക്കെ. വളരെ മനോഹരമായിട്ട് പാടാൻ പറ്റുന്ന ഇതാണ്. നല്ല ശബ്ദമാണ്. സ്റ്റുഡിയോയിലും മറ്റുമൊക്കെ പാടുമ്പോൾ ആ ശബ്ദത്തിന് കൂടുതൽ മാധുര്യം കൂടും. തീർച്ചയായിട്ടും ഈ കലാകാരിക്ക് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഇനിയും പാടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.